ഹലോ നമസ്കാരം, എല്ലാവർക്കും ചലഞ്ചർ ആപ്പിലേക്ക് സ്വാഗതം. ഞാൻ അനന്തു. അപ്പോ ഇന്ന് നമ്മൾ ഡിസ്കസ് ചെയ്യാൻ പോകുന്ന ടോപ്പിക് എന്ന് പറയുന്നത് ലോക ചരിത്രത്തിന്റെ ഭാഗമായി നമ്മൾ നിങ്ങളുടെ സിലബസിൽ നോക്കിക്കഴിഞ്ഞാൽ നദീതട സംസ്കാരങ്ങൾ എന്ന് പറയുന്ന ഒരു ഭാഗത്തെ കുറിച്ചാണ് ഇന്ന് നമ്മൾ ഡിസ്കസ് ചെയ്യുന്നത്. അപ്പോൾ നിങ്ങൾക്കറിയാം, നിങ്ങളൊരു അധ്യാപക ജോലിക്ക് അല്ലെങ്കിൽ ഒരു ടീച്ചർ ആകാൻ വേണ്ടി, ഒരു അധ്യാപകനാകാൻ അല്ലെങ്കിൽ അധ്യാപികയാകാൻ വേണ്ടി വളരെ ദൃഢനിശ്ചയത്തോടു കൂടി തുടങ്ങിയ ആൾക്കാരാണ്. അപ്പോൾ ഇതിനകത്തെ ഓരോ ഭാഗങ്ങളും ഇപ്പൊ സിലബസ് നിങ്ങൾ ജനറലൈസ് ചെയ്ത് പരിശോധിച്ചു കഴിഞ്ഞാൽ നിങ്ങളുടെ സിലബസിനകത്ത് നോക്കിക്കഴിഞ്ഞാൽ വളരെ സ്പെസിഫിക് ആയിട്ട് ഓരോ പോയിന്റുകളും എടുത്തു പറഞ്ഞിട്ടുണ്ട്. അപ്പം ആദ്യം തന്നെ വളരെ സീരിയസ് ആയിട്ടാണ് നിങ്ങൾ പോകുന്നത്. കാര്യം ഒരു വലിയൊരു മാസ് റിക്രൂട്ട്മെന്റ് നടക്കാൻ സാധ്യതയുള്ള ഒരു പോസ്റ്റാണ് LP-UP അസിസ്റ്റന്റ് എന്ന് പറയുന്ന ഈ ഒരു പോസ്റ്റ് എന്ന് പറയുന്നത്. വലിയൊരു, കാരണം കഴിഞ്ഞ ലിസ്റ്റുകളൊക്കെ എടുത്ത് നോക്കി കഴിഞ്ഞാൽ അല്ലെങ്കിൽ പരിശോധിച്ച് കഴിഞ്ഞാൽ നിങ്ങൾക്കറിയാം, ഒരുപാടധികം ആൾക്കാരെ ആ ലിസ്റ്റിൽ നിന്ന് ഉൾപ്പെടുത്തി അല്ലെങ്കിൽ ജോലിയിലേക്ക് ക്ഷണിച്ചിട്ടുണ്ട്. അപ്പോൾ നിങ്ങളും ആലോചിക്കേണ്ട ഒരു കാര്യം, ഈ ഒരു ജോലിയുടെ സാധ്യത എന്ന് പറഞ്ഞാൽ അത്യാവശ്യം ഒരു എബോ ആവറേജ് ലെവലിൽ പഠിക്കുന്ന ഒരാൾക്ക് വരെ ലിസ്റ്റിൽ കയറാനും പെട്ടെന്ന് തന്നെ ജോലി കിട്ടാനും സാധ്യതയുള്ള ഒരു പോസ്റ്റാണ് LP-UP അസിസ്റ്റന്റ്. പക്ഷെ എന്ത് വേണം, ഈ സിലബസിൽ പറഞ്ഞിരിക്കുന്നത്, സിലബസ് എന്ന് പറഞ്ഞാൽ വലിയൊരു വാസ്റ്റ് സിലബസ് ഒന്നുമല്ല, വളരെ സ്പെസിഫിക് ആയിട്ട്. ഇപ്പൊ തന്നെ നമ്മളിപ്പോ ഈ പറയുന്ന ലോക ചരിത്രത്തിന്റെ നദീതട സംസ്കാരങ്ങൾ എന്ന് പറഞ്ഞാൽ എടുത്തു തന്നെ പറഞ്ഞിട്ടുണ്ട്. നദീതട സംസ്കാരങ്ങൾ എന്ന് തന്നെ പറഞ്ഞിട്ടുണ്ട്. അതിനകത്ത് പ്രധാനപ്പെട്ട ഹാരപ്പ, മെസപ്പൊട്ടോമിയ പോലെയുള്ള ഈജിപ്ഷ്യൻ, ചൈനീസ് സംസ്കാരങ്ങൾ എന്ന് എടുത്തു തന്നെ പറഞ്ഞിട്ടുണ്ട്. ഇതിനെ പറ്റി എന്താണ് സ്പെസിഫിക് ആയി പഠിക്കുക എന്നുള്ളതാണ്. രണ്ടാമത്തെ കാര്യം, നിങ്ങളൊരു അധ്യാപകരാകാൻ പോകുന്ന ആൾക്കാരാണ്. അതുകൊണ്ട് തന്നെ ഇപ്പോ വരുന്ന നമ്മുടെ PSC പരീക്ഷകളുടെ ഒരു ആപ്ലിക്കേഷൻ ലെവൽ ചോദ്യങ്ങളെ എന്തായാലും നിങ്ങൾക്ക് എന്താണ് ഫേസ് ചെയ്യേണ്ടി വരും. അപ്പൊ നമ്മൾ പ്രധാനമായിട്ട് ഇപ്പൊ നോക്കുന്ന പൊതുവെ SCRT പുസ്തകങ്ങളിൽ നിന്നും അതുപോലെ എക്സ്ട്രാ ഔട്ട് സോഴ്സിൽ നിന്നുമുള്ള വിവരങ്ങളെയൊക്കെ കൂടെ ഒന്ന് കമ്പൈൻ ചെയ്തിട്ട് വേണം നമ്മൾ എന്ത് ചെയ്യാൻ ഈ ഒരു എക്സാമിന് പഠിക്കാനായിട്ട്. ഓക്കെ, അതായത് നമുക്കിപ്പോ പറഞ്ഞിരിക്കുന്നത് പോലെ തന്നെ നദീതട സംസ്കാരങ്ങൾ ആണെങ്കിൽ പോലും, ഇപ്പൊ ഈ ഒരു ടോപ്പിക്കിനെ സംബന്ധിച്ചിടത്തോളം നദീതട സംസ്കാരങ്ങൾ ആണെങ്കിൽ പോലും എന്താണ് അതിന്റെ ഒരു ബേസിക് റൂട്ട് എന്നുള്ള കാര്യങ്ങൾ നിങ്ങൾ ഓരോരുത്തരും മനസ്സിലാക്കിയിരിക്കുക എന്നുള്ളത് ഈ സബ്ജക്റ്റിൽ നിന്നല്ല, ഏത് വിഷയം എടുത്താലും ശ്രദ്ധിക്കേണ്ട കാര്യങ്ങളാണ്. ഇപ്പൊ ചരിത്ര വിഷയങ്ങൾ എടുത്താലും അതുപോലെ മറ്റ് ജോഗ്രഫി പോലുള്ള വിഷയങ്ങൾ എടുത്താലും നിങ്ങൾ വളരെ ബേസിക് ആയിട്ടുള്ള കാര്യങ്ങളുടെ ഒരു അവബോധം നിങ്ങൾ ഉണ്ടാകുന്ന കാര്യം, നിങ്ങളൊരു അധ്യാപകരാകാൻ പോകുന്ന ആൾക്കാരാണ്. പിന്നെ പറയാനുള്ള ഒരു കാര്യം എന്ന് പറഞ്ഞാൽ വലിയൊരു റിക്രൂട്ട്മെന്റ്, ഒരുപാടധികം ആൾക്കാരെ എടുക്കാൻ സാധ്യതയുള്ള ഒരു പോസ്റ്റാണ് LP-UP അസിസ്റ്റന്റ് എന്ന് പറയുന്ന പോസ്റ്റ്. അതുകൊണ്ട് തന്നെ ഒരു കൃത്യമായ പഠനം നിങ്ങൾക്കുണ്ട് എന്നുണ്ടെങ്കിൽ തീർച്ചയായിട്ടും നിങ്ങൾക്കും ഒരു സർക്കാർ ഉദ്യോഗസ്ഥനാകാം എന്നതാണ് ഈ ഒരു പരീക്ഷയുടെ പ്രത്യേകത. ഓക്കെ, അപ്പോ നമ്മളിവിടെ ഇന്ന് ഡിസ്കസ് ചെയ്തത് ലോക ചരിത്രം എന്ന് പറയുന്ന വിഷയമാണ് അല്ലെ. അതിനകത്തെ നദീതട സംസ്കാരങ്ങളാണ്. അപ്പോ എന്താണ് ഇതിനകത്ത് നമ്മൾ ബേസിക് ആയിട്ട് മനസ്സിലാക്കേണ്ട ഒരു കാര്യം, അതായത് നമ്മൾ പഠിക്കുന്നത് നമ്മുടെ പൂർവികരെ കുറിച്ചിട്ടാണ്. നമ്മൾ ഇന്ന് ഉപയോഗിക്കുന്ന വസ്ത്രങ്ങളായിക്കോട്ടെ, നമ്മളുടെ ഭക്ഷണ രീതി ആയിക്കോട്ടെ, നമ്മുടെ സഞ്ചാര രീതി ആയിക്കോട്ടെ അല്ലെ. നമ്മൾ ഇപ്പൊ ബസ്സിൽ പോകും, അല്ലെ കാറിൽ പോകും, സൈക്കിളിൽ പോകും, ബൈക്കിൽ പോകും, ഇങ്ങനെയൊക്കെയുള്ള നമ്മുടെ സഞ്ചാര രീതികളുണ്ട്. നമ്മുടെ വസ്ത്രങ്ങൾ, നമുക്ക് വിവിധ തരത്തിലുള്ള വസ്ത്രങ്ങളുണ്ട്. നമുക്ക് പോളിസ്റ്റർ തുണി ഉപയോഗിക്കാം, കോട്ടൺ ഉപയോഗിക്കുന്നവരുണ്ട് അല്ലെ. അങ്ങനെ വിവിധ വസ്ത്ര രീതികൾ നമ്മൾക്കുണ്ട്. അപ്പോ പണ്ട് നമ്മുടെ പൂർവികരായിരുന്ന ആൾക്കാർക്കും ഒരു ലിവിങ് സ്റ്റൈൽ ഉണ്ടായിരുന്നു. ആ ലിവിങ് സ്റ്റൈലിലേക്ക് അവരെത്തുന്നതിനു മുമ്പ് കുറേയധികം കാര്യങ്ങൾ ഉണ്ടായിരുന്നു. അതായത് മനുഷ്യൻ ഗുഹകളിൽ വസിച്ചിരുന്ന കാലത്ത് മുതലാണ് അവന്റെ ഓരോരോ രീതികൾ, അതായത് അവന്റെ ജീവിതം മുന്നിലേക്ക് കൊണ്ടുപോകും. അപ്പൊ നമ്മൾ തന്നെ ഇപ്പൊ പരീക്ഷയ്ക്ക് പോകുന്നു, അല്ലെങ്കിൽ ഒരു PSC പരീക്ഷ എഴുതുന്നു. അപ്പോൾ ആദ്യത്തെ തവണ പഠിച്ചു, ആ തവണ പരീക്ഷയ്ക്ക് പോയി, ക്വസ്റ്റ്യൻ കണ്ടപ്പോൾ മനസ്സിലായി നമുക്ക് എവിടേക്ക് എന്തൊക്കെയാ പോരായ്മ, എന്താണ് നമുക്ക് എഴുതാൻ പറ്റാത്തത്, അല്ലെങ്കിൽ എന്താണ് ആ ചോദ്യം കിട്ടുക. അതേപോലെ തന്നെയായിരുന്നു മനുഷ്യന്റെ കാര്യവും. അവൻ ഗുഹയിൽ വസിക്കുമ്പോൾ അവന്റെ ആഹാരത്തിനും അവന്റെ ഷെൽട്ടർ, അതായത് അവന്റെ വാസസ്ഥലത്തിനും വേണ്ടി എന്ത് ചെയ്തു, അവൻ സാഹചര്യങ്ങളിൽ നിന്നും മനസ്സിലാക്കി മനുഷ്യൻ ഡെവലപ്പ് ആകാൻ തുടങ്ങി. അതാണ് ശരിക്കും പറഞ്ഞാൽ നമ്മൾ എന്ത് പഠിക്കുന്നത്, ലോക ചരിത്രത്തിൽ, നമ്മുടെ മനുഷ്യന്റെ ചരിത്രത്തിൽ നമ്മൾ കൃത്യമായി പഠിച്ചു പോകുന്നത്. അതായത് ഗുഹയിൽ നിന്നും അവരെന്ത് ചെയ്തു, വീടുകൾ ഉണ്ടാക്കാനും വലിയ വലിയ സൗധങ്ങൾ ഉണ്ടാക്കാനും ഇന്ന് കാണുന്ന പോലെ വലിയ നഗരവൽക്കരണവും വലിയ വലിയ ഫാക്ടറികളുടെയും അല്ലെങ്കിൽ ഈ ലോകത്തെ തന്നെ നെറുകയിൽ നമ്മുടെ കൈകളിൽ ഒതുക്കുന്ന രീതിയിലുള്ള ഒരു വലിയ മനുഷ്യനാകുന്നതിന് നമുക്കൊരു വലിയ നീണ്ട യാത്ര തന്നെ ഇതിനു മുമ്പുണ്ടായിരുന്ന ആൾക്കാര് നടത്തിയിട്ടുണ്ട്. അപ്പൊ നമ്മൾ ഇന്നത്തെ ഈ ഒരു സെഷനിൽ പഠിക്കാൻ പോകുന്നത് ആ ഒരു യാത്രയെ കുറിച്ചിട്ടുള്ള കാര്യങ്ങളാണ്. ഓക്കെ, അപ്പൊ ഞാൻ പറയുന്നു, നമ്മളിവിടെ നദീതട സംസ്കാരങ്ങൾ എന്ന് പറയുന്നുണ്ട് എങ്കിലും നമ്മൾ പ്രധാനമായി നമ്മളിപ്പോ കേട്ടിട്ടുള്ള, ഇപ്പൊ നിങ്ങൾ സിലബസിലേക്ക് നോക്കിയാൽ ഇന്ത്യ അല്ലെങ്കിൽ ഇൻഡസ് വാലി സിവിലൈസേഷൻ, മെസപ്പൊട്ടോമിയ,
അല്ലെ? ഇപ്പൊ മാപ്പിൽ കാണുമ്പോൾ തന്നെ മെസപ്പൊട്ടോമിയ അല്ലെങ്കിൽ ഈ അതുപോലെ തൊട്ട് താഴെയായിട്ട് ഈജിപ്റ്റ്, നമ്മളിപ്പോൾ നടക്കുന്ന യുദ്ധം നടക്കുന്ന നമ്മളുടെ ഇസ്രായേലിന്റെ ഒക്കെ തൊട്ടടുത്തുള്ള ഈജിപ്റ്റ് പോലുള്ള അല്ലെങ്കിൽ ആ ഈജിപ്ഷ്യൻ മേഖലയിലുള്ള ഒരു സംസ്കാരം. കുറച്ച് നമ്മൾ കിഴക്കോട്ട് വന്നു കഴിഞ്ഞാൽ നോക്കിക്കേ, ചൈന അല്ലെ? അപ്പോ ഇവിടെയൊക്കെ ഈ ഒരു മാപ്പിലൊക്കെ നിങ്ങൾ നോക്കുമ്പോൾ ഇതിനൊക്കെ ആയിട്ട് ബന്ധപ്പെട്ട് കുറെ അധികം നദികളെ നിങ്ങൾക്ക് അവിടെ മാപ്പിൽ കാണാൻ പറ്റുന്നുണ്ട് അല്ലെ? ഇപ്പൊ ചൈനയിലേക്ക് വന്നു, ചൈന, ചൈനീസ് സംസ്കാരം അല്ലെ, ചൈനീസ് നാഗരിക സംസ്കാരം അല്ലെങ്കിൽ ചൈനീസ് സംസ്കാരത്തിലേക്ക് വരുമ്പോൾ നിങ്ങൾ നോക്കിക്കേ, അവിടെ യെല്ലോ റിവർ എന്ന് കിടക്കുന്നു. തൊട്ട് നമ്മൾ ഇന്ത്യ അല്ലെങ്കിൽ ഇൻഡസിലേക്ക് വരുമ്പോൾ നിങ്ങൾ നോക്കിയാൽ മനസ്സിലാവും എന്താണ് സിന്ധു നദി അല്ലെ? സിന്ധു നദിയാണ് അവിടെ നിങ്ങൾക്ക് ചിത്രത്തിലായിട്ട് കാണാനായിട്ട് പറ്റുന്നത്. സിന്ധു നദിയെ കാണാൻ കഴിയുന്നില്ലേ? ഓക്കെ, ഈ സിന്ധു നദിയുണ്ട്. ഇനി നമ്മൾ മെസപ്പൊട്ടോമിയയിലേക്ക് വന്ന് നോക്കിക്കേ, ടൈഗ്രിസ്, യൂഫ്രട്ടിസ് എന്നീ നദികളുടെ ഒരു രീതിയുണ്ട്, അവിടെയായി ഡെവലപ്പ് ചെയ്തിരിക്കുന്നു ഒരു ഭാഗം. ഇനി ഈജിപ്തിലേക്ക് വന്നാൽ എന്താണ്, നൈൽ നദിയുടെ സ്വാധീനം നിങ്ങൾക്ക് അവിടെ കാണാനായി സാധിക്കുന്നുണ്ട് അല്ലെ? അപ്പൊ ഇവിടെ ആകുമ്പോൾ യെല്ലോ നദി കാണുന്നു, ഇവിടെ ആകുമ്പോൾ ഇൻഡസും അതിന്റെ പോഷക നദികളും നിങ്ങൾക്ക് കാണാം. ഇപ്പൊ മെസപ്പൊട്ടോമിയൻ മേഖലയിലേക്ക് വരുമ്പോൾ ടൈഗ്രിസ്, യൂഫ്രട്ടിസ് പോലെയുള്ളതായി കാണാം. ഈജിപ്തിലേക്ക് വരുമ്പോൾ നൈൽ. അപ്പൊ എല്ലാം പൊതുവെ എന്താണ്, നദിയും അതിന്റെ തീരത്തുമായി ഡെവലപ്പ് ചെയ്ത ഒരു മാനവിക ചരിത്രമാണ് നമുക്ക് കാണാനായി കഴിയുന്നത്. അപ്പോ ഇത് എങ്ങനെ തുടങ്ങി എന്നറിയുന്നതിന് മുമ്പ് നമ്മൾ പ്രധാനമായും മനസ്സിലാക്കേണ്ട കുറച്ച് കാര്യങ്ങൾ. ഓക്കെ, അപ്പൊ ആദ്യം നമുക്ക് ആ ഒരു കാര്യം ഒന്ന് ഡിസ്കസ് ചെയ്യും. അപ്പൊ നമുക്ക് ആദ്യമായി നമ്മൾ മനസ്സിലാക്കേണ്ട ഒരു കാര്യം, മനുഷ്യൻ അവന്റെ ഒരു സംസ്കാരത്തിന്റെ ആരംഭം എന്ന് പറയുമ്പോൾ നമുക്ക് 4 പ്രധാന സ്റ്റേജുകളിലൂടെയായിരുന്നു അവർ കടന്നുപോയത്. ഒന്ന് പ്രാചീന ശിലായുഗം എന്ന് പറയും, മറ്റൊന്ന് മധ്യകാല ശിലായുഗം എന്ന് പറയും, മറ്റൊന്നെന്താണ് ആധുനിക ശിലായുഗം എന്ന് പറയും, പിന്നെന്താണ് തമ്ര ശിലായുഗം എന്ന് പറയും, അല്ലെങ്കിൽ തമ്രയുഗം എന്നും പറയും. ഇങ്ങനെ 4 പ്രധാന സ്റ്റേജിലൂടെയാണ് നമ്മുടെ മനുഷ്യന്റെ ജീവിതം കടന്നുപോയത്. അതിനകത്ത് പ്രാചീന ശിലായുഗം, പാലിയോലിത്തിക് ഏജ് എന്നൊക്കെ നമ്മൾ ഇംഗ്ലീഷിൽ പറയുന്നത്. ഓക്കെ, അപ്പോ ഈ പ്രാചീന ശിലായുഗ കാലത്ത് എന്താണ്, മനുഷ്യൻ ഗുഹകളിൽ അധിവസിച്ചു. നമ്മുടെ ഇപ്പൊ മധ്യപ്രദേശിലെ ഭീംബേട്ക പോലെയുള്ള സ്ഥലങ്ങളിലൊക്കെ മനുഷ്യൻ താമസിച്ചിരുന്ന ഗുഹകൾ കാണാൻ കഴിയും അല്ലെ? ഈ ഗുഹകളിൽ മനുഷ്യൻ അധിവസിക്കുകയും അവൻ മൃഗങ്ങളെയോ അല്ലെങ്കിൽ അവന്റെ ഭക്ഷണ സാധനങ്ങൾ വേട്ടയാടി കണ്ടെത്തുന്ന രീതിയുമായിരുന്നു. അപ്പോ ഇതൊക്കെ കണ്ടെത്തുന്നത് എന്താണ്, നമ്മൾ പ്രധാനമായി ശാസ്ത്രജ്ഞന്മാരിൽ നിന്നും അവിടെ ചെന്ന് എക്സ്കവേറ്റ് ചെയ്യുന്നു, അവിടുത്തെ പ്രത്യേകതകൾ നോക്കുന്നു. ഇപ്പൊ ഗുഹയ്ക്ക് അകത്ത് പോയി അവരെന്തൊക്കെയാണ് ചെയ്തിരിക്കുന്നത്, അതുപോലെ തന്നെ ഈ ഗുഹയ്ക്കുള്ളിൽ അവർ വരച്ചിരിക്കുന്ന ചിത്രങ്ങൾ, ഇതിനെയൊക്കെ പരിശോധിച്ചുകൊണ്ടായിരുന്നു എന്ത് പ്രാചീന മനുഷ്യൻ അവന്റെ ഓരോ കാലത്തിന്റെ, അതുപോലെ തന്നെ ഈ വരച്ചിരിക്കുന്ന ചിത്രങ്ങൾ അല്ലെങ്കിൽ അവിടുന്ന് എക്സ്കവേറ്റ് ചെയ്തെടുത്ത ഒരു കുടമോ അല്ലെങ്കിൽ അവർ ഉപയോഗിച്ചിരുന്ന ഒരു മൃഗത്തിന്റെ തോലോ, അത് വെച്ചെന്താണ് അതിന്റെ കാലം നിർണ്ണയിക്കുന്നു. ഈ കാലത്തിനനുസരിച്ചിട്ടാണ് നമ്മൾ എന്ത് ചെയ്തത്, ഓരോ കാലഘട്ടത്തിലെ മനുഷ്യൻ. അങ്ങനെ പ്രാചീന ശിലായുഗം എന്ന് പറയുന്നത്. അപ്പൊ എന്താണ് പ്രാചീനം? ശില എന്ന് പറയുന്നത് നിങ്ങൾക്ക് അറിയാം അല്ലെ, കല്ലുകളാണ് അല്ലെ, ശിലകൾ. അപ്പോ അല്ലെങ്കിൽ പാറകളാണ് ശിലകൾ. അപ്പോൾ പ്രാചീന ശിലായുഗ കാലഘട്ടത്തിൽ മനുഷ്യൻ എന്ന് പറഞ്ഞാൽ ആയുധങ്ങൾ ഉപയോഗിച്ചിരുന്നു. അതെന്താണ്, വലിയ പാറക്കല്ലുകളോ ഇങ്ങനെ അതിനെയൊന്നും മൊനയാക്കുകയൊന്നുമില്ല, പാറക്കല്ലുകളോ കൊണ്ട് ഇടിച്ചോ ചതച്ചോ ഒക്കെയാണ് അവർ ഭക്ഷണങ്ങൾ ഉണ്ടാക്കിക്കൊണ്ടിരുന്നത്. അപ്പൊ നമ്മൾ ഈ മധ്യപ്രദേശിലൊക്കെ ചെന്ന് കഴിഞ്ഞാൽ ഭീംബേട്ക പോലെയുള്ള സ്ഥലങ്ങളിൽ എന്തുണ്ട്, ഇപ്പോഴും ആ ഗുഹകൾ അവശേഷിക്കുന്നുണ്ട്. മനുഷ്യൻ താമസം. അപ്പൊ മനുഷ്യൻ ഗുഹകളിൽ അധിവസിച്ചിരുന്ന ഒരു കാലഘട്ടമായിരുന്നു എന്ത്, ഈ പ്രാചീന ശിലായുഗം എന്ന് പറയുന്നത്. അന്ന് മനുഷ്യൻ എന്താണ്, ആയുധങ്ങൾ എന്ത് ചെയ്തിരുന്നില്ല, മൂർച്ച കൂട്ടുകയോ ഒന്നും ചെയ്തിരുന്നില്ല. അവര് അതായത് കല്ലുകൾ ഉപയോഗിച്ചായിരുന്നു അവരെന്ത് ചെയ്തിരുന്നത്, ഈ പറയുന്ന മൃഗങ്ങളെ വേട്ടയാടിയിരുന്നതും ഒക്കെ. അതുപോലെ തന്നെ അവരുടെ തൊഴിലുകളിൽ അവർ പ്രധാനമായും മത്സ്യബന്ധനം പോലെയുള്ള കാര്യങ്ങൾ ചെയ്തിരുന്നു, മൃഗവേട്ട നടത്തിയിരുന്നു. അതുപോലെ അവര് ചിത്രങ്ങൾ വരയ്ക്കാനായിട്ട് ഇപ്പോൾ ഈ ചെങ്കല്ല് പോലെയുള്ള ഉൽപ്പന്നങ്ങളും ഇലകളുടെ ചാറുകളും ഒക്കെ ഉപയോഗിച്ച് അവര് ചിത്രങ്ങൾ വരച്ചൊക്കെയായിരുന്നു അവർ കമ്മ്യൂണിക്കേറ്റ് ചെയ്തിരുന്നത്. ഓക്കെ, അതിപ്പോ നമ്മളുടെ എന്താണ് ഈ പറയും പോലെ ഗുഹകളിലും മറ്റുമൊക്കെ ആയിട്ട് വരച്ചിട്ടിരിക്കുന്ന ചിത്രങ്ങളുടെ പഠനങ്ങളിലൂടെ നമ്മളത് മനസ്സിലാക്കുന്നത്. ഇത് നിങ്ങളുടെ സിലബസിലുള്ള കാര്യമല്ല, പക്ഷെ നമ്മൾ ബേസിക് ആയിട്ട് മനസ്സിലാക്കേണ്ട ഒരു കാര്യമാണ്. ആ ഒരു അല്ലെങ്കിൽ പ്രാചീന ശിലായുഗത്തിന്റെ കാലത്തിന് ശേഷം നമ്മൾ എങ്ങോട്ടേക്ക് വരുന്നു, മധ്യകാല ശിലായുഗത്തിലേക്ക് വരുന്നു. മധ്യശിലായുഗത്തിലേക്ക് നമ്മൾ വരുന്നു. ആ ഒരു സമയത്തിലേക്ക് വരുമ്പോൾ മനുഷ്യൻ ആയുധങ്ങൾ മൂർച്ച കൂട്ടുന്നതിനോടൊപ്പം എന്തുകൂടി ചെയ്തു, വലിയ രീതിയിലുള്ള ഒരു വേട്ടയാടൽ നടത്തിയിരുന്നു. മൃഗങ്ങളെ വലിയ രീതി, അങ്ങനെ ആ കാലഘട്ടങ്ങളിൽ വേട്ടയാടപ്പെട്ടത് കൊണ്ട് തന്നെ ഒരുപാടധികം ജീവജാലങ്ങൾക്ക് എന്താണ് വംശനാശം വരെ സംഭവിച്ചിരുന്നു ഈ മധ്യശിലായുഗ കാലഘട്ടത്തിൽ എന്ന് പറയുന്നത്. ഓക്കെ, മധ്യശിലായുഗ കാലഘട്ടത്തിൽ കുറേയധികം, അപ്പൊ നമ്മുടെ ഈ മാമത്ത് പോലെയുള്ള
ജീവജാലങ്ങളൊന്നും ഇപ്പൊ ഇല്ലല്ലോ. മാമത്ത്, വലിയ രോമങ്ങളൊക്കെ ഉള്ള ആന പോലെയുള്ള വലിയ കൊമ്പുകളും ഒക്കെയുള്ള മാമത്ത് പോലെയുള്ള ജീവി, അതൊക്കെ അന്നത്തെ കാലത്ത് എന്താണ് ഈ പറയുന്ന വേട്ടയാടലിലും മനുഷ്യന്റെ ഇതിലും ഒക്കെ വംശനാശം സംഭവിച്ചു പോയ ജീവികളാണ്. അപ്പൊ അങ്ങനെയുള്ള ഒരു വംശനാശത്തിന്റെ വലിയ, പിന്നെ മാത്രവുമല്ല മനുഷ്യൻ പൊതുവെ ഈ ജീവജാലങ്ങളെ ഇണക്കി ജീവിപ്പിക്കുവാനൊക്കെ ഉള്ള ഒരു കാലഘട്ടത്തിന്റെ തുടക്കം എന്ന് പറയുന്നത് മധ്യശിലായുഗ കാലഘട്ടത്തിലായിരുന്നു. ഓക്കെ, ബേസിക് ആയിട്ടുള്ള കാര്യമാണ്. അങ്ങനെ വരുന്നു. അത് കഴിഞ്ഞ് വരുന്നതാണ് നിയോലിത്തിക് ഏജ് അഥവാ നവീന ശിലായുഗം എന്ന് പറയുന്നത്. ഈ കാലഘട്ടത്തിലാണ്, അതായത് നവീന ശിലായുഗ കാലഘട്ടത്തിലാണ് എന്ത്, ഈ മനുഷ്യര് ഭക്ഷണം വേട്ടയാടുക എന്നതിൽ നിന്നും ഭക്ഷ്യ ഉൽപാദനം എന്ന് പറയുന്ന ഒരു രീതിയിലേക്ക് മനുഷ്യൻ മാറുന്നത്. അതായത് ഇതുവരെ എന്താണ് മനുഷ്യര്, അവർ ആയുധങ്ങൾ ഉണ്ടാക്കുന്നു, വല്ല മൃഗങ്ങളെയോ വല്ല ജീവജാലങ്ങളെയോ മരങ്ങളോ ഒക്കെ വെട്ടിയോ ഇടിച്ചോ പൊടിച്ചോ ഒക്കെ കഴിച്ചുകൊണ്ടിരുന്നവരിൽ നിന്ന് മാറി മനുഷ്യൻ എന്ത് ചെയ്യുന്നു, ഈ ഭക്ഷ്യ വസ്തുക്കൾ നിർമ്മിക്കുക എന്ന ആശയം, അതായത് കാർഷികോൽപ്പന്നങ്ങൾ ഉണ്ടാക്കുക, അവര് ഭക്ഷിക്കാനുള്ള സാധനങ്ങളെ ഉൽപ്പാദിപ്പിക്കുക എന്ന ഒരു ഉൽപാദനക്ഷമത എന്ന് പറയുന്ന ഒരു ആശയത്തിലേക്ക് മനുഷ്യന്റെ മൈൻഡ് മാറുകയാണ്. ഇതൊക്കെ വലിയ 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 വർഷങ്ങളുടെ ഗ്യാപ്പ് ഉണ്ട് കേട്ടോ. ഓക്കെ, അങ്ങനെ ഒരു കാലഘട്ടത്തിലേക്ക് മനുഷ്യൻ മാറി അവൻ എവിടേക്ക് എത്തുന്നു, ആധുനിക ശിലായുഗം അതായത് നിയോലിത്തിക് ഏജിലേക്ക് വരുന്നു. അപ്പോ ഈ സമയത്ത് എന്താണ് ഇവർ ഉപയോഗിച്ചിരുന്ന ആയുധങ്ങളൊക്കെ പരിശോധിച്ചു കഴിഞ്ഞാൽ ഈ ആയുധങ്ങളൊക്കെ പൊതുവെ നല്ല കൂർത്തതും മിനുസപ്പെടുത്തിയതുമായ ആയുധങ്ങളായിരുന്നു ഇവർ വേട്ടയാടാനും ഇവരുടെ മറ്റാവശ്യങ്ങൾക്കും ഒക്കെ ആയിട്ട് ഉപയോഗിച്ചത്. അതുപോലെ കലപ്പ പോലെയുള്ള സാധനങ്ങളൊക്കെ ഉണ്ട്, ഉഴുത മറിക്കാനായിട്ടുള്ള കലപ്പ പോലെയുള്ള സാധനങ്ങളും ഒക്കെ എന്താണ് ഈ കാലഘട്ടത്തിൽ ഉപയോഗിച്ചു. അപ്പം ഇതൊക്കെ ഇപ്പം നിങ്ങൾ ചോദിക്കും, ഇതെങ്ങനെ പറയാൻ പറ്റും ഈ കാലഘട്ടത്തിൽ നിന്ന്? ഈ തരം സാധനങ്ങൾ എന്താണ് നമ്മൾ എക്സ്കവേറ്റ് ചെയ്ത്, ജിയോളജിക്കൽ സർവേ ഒക്കെ എന്താണ് എക്സ്കവേറ്റ് ചെയ്ത് അതിന്റെ കാലഗണനയൊക്കെ പരിശോധിച്ച് വരുമെന്നാണ് കാലത്തിന് വ്യത്യാസങ്ങളുണ്ട്. അപ്പൊ ഇത് കുറെ കാലങ്ങൾക്ക് മുമ്പുള്ളതാണ്, ഇത്ര വർഷങ്ങൾക്ക് മുമ്പുള്ളതാണ് എന്നൊക്കെ മനസ്സിലാക്കുമ്പോൾ ഇതിന് എന്താണ് കാലഘടന അനുസരിച്ച് തരംതിരിച്ചിരുന്നു. ഓക്കെ, അത് കഴിഞ്ഞാൽ പിന്നെ എന്താണ് തമ്രയുഗം എന്ന് നമ്മൾ പറയും. തമ്രം എന്ന് പറയുമ്പോൾ പൊതുവെ നിങ്ങൾക്ക് അറിയാം ചെമ്പ് അല്ലെ, ചെമ്പിന്റെ മലയാളമാണ്. ചെമ്പെന്ന് പറയുന്ന വാക്കിന്റെ തന്നെ മറ്റൊരിതാണ് തമ്രയുഗം. എന്താണതപ്പോ ഈ പറയുന്ന ചെമ്പ് പോലെയുള്ള മെറ്റൽ ഉൽപ്പന്നങ്ങൾ ഉപയോഗിച്ച് ആയുധങ്ങൾ ഉണ്ടാക്കുകയും അതിലൂടെ മനുഷ്യൻ എന്താണ് ഒരു ഡെവലപ്മെന്റ് സ്റ്റേജിലേക്ക് എത്തുന്നതുമായ ഫേസ് ആണ് ഇത്. അങ്ങനെ ഈ ഒരു 4 യുഗത്തിനു ശേഷം മനുഷ്യൻ എന്തു ചെയ്തു, നദികൾ കേന്ദ്രീകരിച്ച് അവരെന്ത് ചെയ്തു, ഒന്നിച്ച് താമസിക്കുവാനും ആയുധ കൈമാറ്റങ്ങളും ഭക്ഷണ കൈമാറ്റങ്ങളും അവരങ്ങനെ ഒരു കമ്മ്യൂണിറ്റി ഡെവലപ്മെന്റിലേക്ക് മനുഷ്യന്റെ രീതികൾ മാറുകയാണ്. അങ്ങനെ അവർ പ്രധാനമായും നദികൾ കേന്ദ്രീകരിച്ച് എന്താണ് അവർ ലൊക്കേറ്റ് ചെയ്യാനായിട്ട് തുടങ്ങി. ഒരു നദിയും അതിന് ചുറ്റുമുള്ള പ്രദേശങ്ങളിൽ അവരുടെ ആവാസ വ്യവസ്ഥയെ ഡെവലപ്പ് ചെയ്യുക. അതുവരെ കാട്ടിലും ഗുഹയിലും ഇരുന്ന മനുഷ്യൻ എന്താണ് നദിയുടെ കരയിൽ വരികയും വീടുകൾ, കൊച്ചു കൊച്ചു വീടുകളും അതിനനുസരിച്ചുള്ള പരിഷ്കാരങ്ങൾ നിർമ്മിക്കുവാനും ഒക്കെ തുടങ്ങി. ഈ പറയുന്ന നദികളിൽ നിന്നുമുള്ള വെള്ളവും മറ്റും എന്താണ്, അതുപോലെ തന്നെ അവർ മൃഗങ്ങളെ പരിപാലിക്കുവാൻ തുടങ്ങി, കന്നുകാലികൾ പോലെയുള്ള ജീവജാലങ്ങളെ വളർത്തുവാൻ തുടങ്ങി. അങ്ങനെ അവരൊരു വലിയൊരു സാമൂഹ്യ വ്യവസ്ഥിതി തന്നെ ഉണ്ടാക്കാനായി തുടങ്ങി. അതുകൊണ്ടാണ് നമ്മൾ നദീതട സംസ്കാരം എന്ന് പറയുന്നത്. അപ്പൊ അവർക്ക് വേണമെങ്കിൽ കാട്ടിലെങ്ങാനും പോയി താമസിച്ചാൽ പോരാ, കാട്ടിനകത്ത് ഗുഹയിലിരുന്നവരെന്താ ഈ നദിയുടെ തീരത്തുന്നേ. അപ്പൊ നമ്മൾ ഓർക്കേണ്ട ഒരു കാര്യം, എന്തുകൊണ്ട് നദിയുടെ തീരത്ത് വന്നു എന്നുള്ള കാര്യം നിങ്ങൾക്ക് മനസ്സിലാക്കേണ്ട. അതായത് ഈ നദീതീരങ്ങൾ എന്ന് പറയുമ്പോൾ എന്താണ് ചെറിയ കുറ്റിക്കാടുകളും, അതുകൊണ്ട് തന്നെ ഇവർക്ക് എന്താണ് ഇതിനെ പെട്ടെന്ന് റെഡിയാക്കി എടുക്കാനും നിരപ്പാക്കി എടുക്കാനും മാത്രമല്ല ഇവരെന്താണ് ഭക്ഷ്യ ഉൽപാദനം എന്ന് പറയുന്ന ഒരു ആശയത്തിലേക്ക് വന്നു അല്ലെ. ഭക്ഷ്യ ഉൽപാദനം, അപ്പൊ അതിന് വേണ്ടുന്ന വെള്ളം, ഭക്ഷണം, ഇവർക്ക് ഭക്ഷണത്തിന് വേണ്ടിയുള്ള വെള്ളം, സൗകര്യങ്ങൾ, ഇതെല്ലാം നദിയുടെ തീരത്ത് നിന്നാകുമ്പോൾ നമുക്ക് എന്താണ് കിട്ടും. ഇപ്പൊ മത്സ്യബന്ധനം പോലെയുള്ള, അപ്പൊ എങ്ങനെ ഈ മത്സ്യബന്ധനം നടത്തിയിരുന്നു വെച്ചാൽ എന്താണ് ഇവര് പൊതുവെ ശുദ്ധജല മത്സ്യങ്ങളുടെ അവശിഷ്ടങ്ങൾ നമ്മൾ എക്സ്കവേറ്റ് ചെയ്യുമ്പോൾ ശുദ്ധജല മത്സ്യങ്ങളുടെ അവശിഷ്ടങ്ങളും മറ്റുമൊക്കെ നമുക്ക് കിട്ടിയിട്ടുണ്ട്. ഇവരുപയോഗിച്ചിരുന്ന ഭക്ഷണങ്ങളിൽ നിന്നും നമുക്ക് അങ്ങനെയുള്ള കാര്യങ്ങളൊക്കെ ഇല്ല. അപ്പൊ മനസ്സിലായി ഇവര് മത്സ്യം കഴിക്കുന്നവരായിരുന്നു, ഇവർ ഉപയോഗിച്ചിരുന്ന ശുദ്ധജല മത്സ്യങ്ങളായിരുന്നു. അപ്പൊ നദീതട രീതിയുമായി അവർ വളരെ ബന്ധപ്പെട്ട് നിന്നവരാണ്. അപ്പൊ നിങ്ങൾ നോക്കിയാൽ ഈ മാപ്പിലേക്ക് നോക്കിയാൽ നിങ്ങൾക്ക് നോക്കിക്കേ, നമ്മുടെ ഇറാൻ, ഇറാഖ് ഭാഗത്തായിട്ട് മെസ്സപ്പെട്ടോമിയൻ, ഈജിപ്തിന്റെ ഭാഗത്തായിട്ട് ഈജിപ്ഷ്യൻ സംസ്കാരവും, ഇൻഡസ് നമ്മുടെ പാകിസ്ഥാൻ അല്ലെങ്കിൽ നമ്മുടെ വടക്ക് പടിഞ്ഞാറ്, ഇന്ത്യയുടെ വടക്ക് പടിഞ്ഞാറ്, വടക്കും പടിഞ്ഞാറും ഒക്കെ അറിയാമല്ലോ. വടക്കും പടിഞ്ഞാറ്, ഇത് വടക്ക്, ഇത് പടിഞ്ഞാറ്, ഇത് കിഴക്ക്, ഇത് തെക്ക് അല്ലെ. ഓക്കെ, അപ്പൊ ഈ വടക്കു പടിഞ്ഞാറു മേഖലയിലായി ഡെവലപ്പ് ചെയ്ത ഒരു സംസ്കാരമാണെന്ത് ഇൻഡസ് വാലി സിവിലൈസേഷൻ, സിന്ധു നദീജല സംസ്കാരം എന്ന് പറയും, നദീതട സംസ്കാരം എന്ന് പറയും, സിന്ധു നദീതട സംസ്കാരം എന്ന് പറയുന്നത് ഇന്ത്യയുടെ വടക്ക് പടിഞ്ഞാറ്. അതാ ഈ കാണുന്നതാണ് നിങ്ങൾക്ക് ഇന്ത്യ, ഇതിന്റെ വടക്കു പടിഞ്ഞാറ് ഭാഗമല്ലേ ഇത്. നോക്കിക്കേ, നോർത്ത്, സൗത്ത്, ഈസ്റ്റ്, വെസ്റ്റ്. അപ്പൊ ഇന്ത്യയുടെ ഏതാണ്ട്
ഇന്ത്യയുടെ ഏതാണ്ട് നോർത്ത് സൗത്ത് ഭാഗത്തായിട്ടാണ് ഇതിരിക്കുന്നത്. അപ്പൊ നോർത്ത് വെസ്റ്റ് ഭാഗത്തും അല്ലെങ്കിൽ വടക്കു പടിഞ്ഞാറ് ഭാഗത്തും വടക്കും തെക്കുമായിട്ട് വിസ്തൃതമായി കിടന്നിരുന്ന ഒരു വലിയ സംസ്കാരമായിരുന്നു ഇൻഡസ് വാലി സിവിലൈസേഷൻ. അപ്പൊ നമ്മൾ പ്രധാനമായും നിങ്ങളുടെ സിലബസ് പരിശോധിച്ചു കഴിഞ്ഞാൽ നിങ്ങളുടെ സിലബസ് നോക്കിക്കേ, ലോക ചരിത്രം എന്ന് പറയുന്ന 3ാമത്തെ അധ്യായം നോക്കിയാൽ അതിനകത്ത് വ്യക്തമായി പറയുന്നുണ്ട് എന്താണ്, നദീതട സംസ്കാരങ്ങൾ നിങ്ങൾ പഠിക്കണം. നദീതട സംസ്കാരങ്ങൾ നിങ്ങൾ പഠിക്കണം. അതിനകത്ത് ഒന്നാമതായി ഹാരപ്പൻ സംസ്കാരം, രണ്ടാമതായി ഈജിപ്ഷ്യൻ സംസ്കാരം, മൂന്നാമതായി മെസപ്പൊട്ടോമിയൻ സംസ്കാരം, നാലാമതായി ചൈനീസ് സംസ്കാരം. ഇങ്ങനെ പ്രധാനപ്പെട്ട 4 സംസ്കാരങ്ങളെ കുറിച്ചിട്ടാണ് നമ്മൾ ഈ ഒരു അധ്യായത്തിൽ പഠിക്കുന്നത്. ഓക്കെ, അപ്പോ നിങ്ങൾ കൃത്യമായി ആദ്യം മനസ്സിലാക്കേണ്ട സാധനം സിലബസ് ആണ്. ഈ സിലബസിനകത്ത് ഈ പറയുന്ന 4 സംസ്കാരങ്ങൾ, ഹാരപ്പൻ, ഈജിപ്ഷ്യൻ, മെസപ്പൊട്ടോമിയൻ, ചൈനീസ് സംസ്കാരം എന്ന് എടുത്തു പറഞ്ഞിട്ടുണ്ട്. ഇവിടെ ഒരു തുടങ്ങിയ എന്നെങ്ങാനും കൊടുത്തിരുന്നെങ്കിൽ നമുക്ക് ഇതിന്റെ വിസ്തൃതമായ കാര്യങ്ങൾ പഠിക്കണമായിരുന്നു. ഭാഗ്യത്തിന് ഇത്രയും കാര്യം പഠിക്കുള്ളൂ. അപ്പൊ ഈ പറയുന്ന 4 സംസ്കാരങ്ങളിൽ നിന്നുള്ള ചോദ്യങ്ങൾ കൃത്യമായി വരും. അത് നമ്മൾ കൃത്യമായി പഠിക്കണമെന്നാണ് PSC പറഞ്ഞിരിക്കുന്നത്. ഓക്കെ, അപ്പൊ നമുക്ക് നേരെ ആദ്യ സംസ്കാരമായ ഹാരപ്പൻ സംസ്കാരത്തിലേക്ക് നമുക്ക് പോകാം. ആദ്യത്തെ ഹാരപ്പൻ സംസ്കാരത്തിലേക്ക് നമുക്ക് പോകാം. ഇപ്പൊ ഇതിലേക്ക് നോക്കിക്കേ, പാകിസ്ഥാനിലായിട്ട് ഈ ചിത്രത്തിൽ തന്നെ നിങ്ങൾക്ക് ഞാൻ പരിചയപ്പെടുത്തുന്നു. നിങ്ങൾ നോക്കിക്കേ, പാകിസ്ഥാന്റെ ഭാഗത്തായിട്ടുള്ള ഒരു സ്ഥലമാണ് ഈ ഹാരപ്പ. കണ്ടോ, ഹാരപ്പ. അതുപോലെ തന്നെ നമ്മൾ ഈ പറയുന്ന സിന്ധു നദീതട സംസ്കാരവുമായി ബന്ധപ്പെട്ട് നമ്മൾ പഠിക്കുന്നതാണ് മോഹൻജദാരോ, അതുപോലെ തന്നെ ലോത്തൽ, ഇങ്ങനെയുള്ള, അതുപോലെ ധോലാവീര, ഓക്കെ, കാലിബംഗൻ, ഇതൊക്കെ ഉണ്ട്. പക്ഷെ നമ്മൾ പ്രധാനമായും നമ്മൾ പഠിക്കേണ്ടതെന്ന് പറഞ്ഞാൽ ഹാരപ്പൻ, മോഹൻജദാരോ, ലോത്തൽ സംസ്കാരങ്ങളെ കുറിച്ചാണ്. ഇവിടെ നിന്നുമാണ് ഏറ്റവും അധികം തെളിവുകൾ ഈ ഒരു സംസ്കാര രീതി, അതായത് സിന്ധു നദീതട സംസ്കാരത്തിൽ നിന്നുള്ള തെളിവുകൾ. അപ്പൊ ചോദിക്കും, സാർ ഈ സിന്ധു നദിയുടെ സംസ്കാരം സിലബസിലില്ലല്ലോ, പിന്നെ എന്നാത്തിനായി ഇതിങ്ങനെ പറഞ്ഞുകൊണ്ടിരിക്കുന്നതെന്ന് നിങ്ങൾക്ക് തോന്നും അല്ലെ? ശരിക്കും പറഞ്ഞാൽ ഈ സിന്ധു നദീതട സംസ്കാരം തന്നെയാണ് നമ്മൾ ഹാരപ്പൻ സംസ്കാരം അഥവാ ഹാരപ്പൻ സിവിലൈസേഷൻ എന്ന പേരിൽ പഠിക്കുന്നത്. കാര്യം ഈ ഒരു സംസ്കാരത്തിന്റെ ആദ്യ ശേഷിപ്പുകൾ നമ്മൾ കണ്ടെത്തുന്നത്, അല്ലെങ്കിൽ ഇതിന്റെ തെളിവുകൾ നമ്മൾ കണ്ടെത്തുന്നത് എവിടെ നിന്നുമായിരുന്നു? പാകിസ്ഥാനിലുള്ള ഈ ഹാരപ്പൻ പ്രദേശത്തു നിന്നുമാണ്. അതുകൊണ്ട് തന്നെ ഈ സിന്ധു നദീതട സംസ്കാരത്തെ നമ്മൾ എന്ത് പേരിട്ടുകൂടെ വിളിക്കുന്നു? ഹാരപ്പൻ സംസ്കാരം എന്നുകൂടി, അല്ലെങ്കിൽ ഹാരപ്പൻ സിവിലൈസേഷൻ എന്ന പേരിട്ട് കൂടി വിളിക്കുന്നു. അപ്പൊ ഇതിനകത്ത് തന്നെ നമുക്ക് എന്തൊക്കെ പഠിക്കാനുണ്ട്? സിന്ധു നദീതട സംസ്കാരത്ത് ഹാരപ്പനും മോഹൻജദാരയും ലോത്തിലും ഒക്കെ പഠിക്കാനുണ്ട്. പക്ഷെ നിങ്ങൾക്ക് അത് സ്പെസിഫിക് ആയിട്ടൊന്നും പഠിക്കാനൊന്നുമില്ല, വളരെ വേഗമായിട്ട് മാത്രം. പക്ഷെ നമ്മൾ ജനറലൈസ് ചെയ്തുകൊണ്ട് സിന്ധു നദീതട സംസ്കാരത്തെ നമ്മളൊന്ന് പഠിക്കേണ്ടതായിട്ട് ഉണ്ട്. ഓക്കെ, അപ്പൊ നമുക്ക് നോക്കാം എന്തൊക്കെ നോക്കണമെന്ന് നമുക്ക് നോക്കാം. അപ്പോ ഹാരപ്പൻ സംസ്കാരം അഥവാ സിന്ധു നദീതട സംസ്കാരം എന്ന് നോക്കാം. അപ്പൊ ഹാരപ്പൻ സംസ്കാരം നോക്കിക്കേ, ഞാൻ ഈ പറഞ്ഞതുപോലെ നിങ്ങൾ നേരത്തെ മാപ്പ് കണ്ടു, ഇന്ത്യയുടെ മാപ്പ് കണ്ടു. ഇതാണ് നമ്മളുടെ ഇന്ത്യ എന്നിരിക്കട്ടെ കേട്ടോ, ഇങ്ങനെയൊക്കെയാണ് നമ്മുടെ ഇന്ത്യ ഇരിക്കുന്നത് ഇരിക്കട്ടെ. ഓക്കെ, ഇത് നമ്മളുടെ ഇന്ത്യയാണ്. ഇവിടെ ആയിട്ടാണ് നമുക്ക് ആരുള്ളത്? നമ്മുടെ പാകിസ്ഥാൻ പോലെയുള്ള രാജ്യങ്ങളുള്ളത്. ഇവിടെയായിട്ട് നമുക്ക് ആരുണ്ട്? അഫ്ഗാനിസ്ഥാൻ എന്ന് പറയുന്ന ഒരു രാജ്യമുണ്ട്. ഇവിടെ അഫ്ഗാനിസ്ഥാൻ ഉണ്ട്, ഇവിടെ പാകിസ്ഥാൻ ഉണ്ട്, ഇവിടെ ഇന്ത്യ ഉണ്ട്. ഓക്കെ, അപ്പോ ഇന്ത്യൻ ഉപഭൂഖണ്ഡം എന്ന് പറയുമ്പോൾ ഈ പറയുന്ന പാകിസ്ഥാനും അഫ്ഗാനിസ്ഥാനും ഒക്കെ ഇന്ത്യൻ ഉപഭൂഖണ്ഡത്തിന്റെ ഭാഗമാണ് അല്ലെ? അപ്പൊ ഈ ഇന്ത്യൻ ഉപഭൂഖണ്ഡത്തിന്റെ നിങ്ങൾ തന്നെ നോക്കിക്കോണം, വടക്ക് പടിഞ്ഞാറ് ഭാഗത്ത് ആണോ ഇന്ത്യൻ ഉപഭൂഖണ്ഡത്തിന്റെ വടക്ക് പടിഞ്ഞാറ് ഭാഗത്ത് ഇന്നത്തെ ഇന്ത്യയിലും പാകിസ്ഥാനിലുമായി സിന്ധു നദീതടങ്ങളിൽ BC 3300 മുതൽ BC 1500 വരെ, BC കാലഘട്ടം നമ്മൾ തിരിച്ചാണ് പറയുന്നത് അല്ലെ? ഓക്കെ, അപ്പൊ 3300 മുതൽ 1500 വരെ നിലവിലുണ്ടായിരുന്ന ഒരു വെങ്കലയുഗ സംസ്കാരമാണ് സിന്ധു നദീതട സംസ്കാരം എന്ന് പറയുന്ന ഒരു വെങ്കലയുഗ സംസ്കാരം. അപ്പൊ ഞാൻ പറഞ്ഞു തമ്രയുഗത്തിനൊക്കെ ശേഷമാണ് നദീതട സംസ്കാരങ്ങൾ വരുന്നത്. അപ്പൊ ഒരു വെങ്കലയുഗ സംസ്കാരമാണ് എന്ത് അത്. അപ്പൊ നിങ്ങൾക്ക് ആ ഒരു സ്റ്റേറ്റ്മെന്റ് മനസ്സിലായോ? ഇന്ത്യൻ ഉപഭൂഖണ്ഡത്തിന്റെ വടക്കു പടിഞ്ഞാറു ഭാഗത്ത് ഇന്നത്തെ ഇന്ത്യയിലും പാകിസ്ഥാനിലുമായി സിന്ധു നദീതടങ്ങളിൽ, കാര്യം എന്താണ്? സിന്ധു നദി ഇതിലേക്കൂടി ഇങ്ങനെയാണ് ഒഴുകി വരുന്നത് അല്ലെ? സിന്ധു നദി ഈ പറയുന്ന കാശ്മീരിന്റെ മുകൾ ഭാഗത്തും പാകിസ്ഥാനിലും ഒക്കെ ആയിട്ട് വിസ്തൃതമായി ഒഴുകി വരുന്ന ഒരു നദിയാണ് സിന്ധു നദി. അതിന്റെ പോഷക നദികളും ഒക്കെ ഉണ്ട്. ഓക്കെ, അപ്പൊ സിന്ധു നദികളിൽ BC 3300 മുതൽ BC 1500 വരെ നിലവിലുണ്ടായിരുന്ന ഒരു വെങ്കലയുഗ സംസ്കാരമാണ് എന്ത്? സിന്ധു നദീതട സംസ്കാരം എന്ന് പറയുന്നു.
ഓക്കെ, ലോകത്തിലെ ഏറ്റവും ബൃഹത്തായ ആദ്യകാല സംസ്കാരങ്ങളിൽ ഒന്നാണ് എന്ത്? സിന്ധു നദീതട സംസ്കാരം അഥവാ ഹാരപ്പൻ സംസ്കാരം. ഓക്കെ, അഥവാ ഹാരപ്പൻ സംസ്കാരം എന്ന് പറയുന്നത്. ഓക്കെ, ഇത് മനസ്സിലാക്കണം. ഓക്കെ, വളരെ ബേസിക് ആയിട്ടുള്ള ഒരു പോയിന്റാണ് ഞാൻ പറഞ്ഞത്. നിങ്ങൾക്ക് മനസ്സിലായെന്ന് വിശ്വസിക്കുന്നു. ഒന്നും കാണാതെ പഠിക്കേണ്ട, ഈ പറയുന്ന രീതിയിൽ ഞാൻ പറയുന്ന പോലെ ഒന്ന് ചിന്തിച്ചു പഠിച്ചു വെച്ചാൽ മതി. ഓക്കെ, ശരി. അടുത്തതായി നോക്കിയാൽ നിങ്ങൾക്ക് നോക്കുകയെ, ഇന്ത്യൻ പുരാവസ്തു വകുപ്പ് നടത്തിയ ഉത്ഖനനങ്ങളെ തുടർന്ന്, അതായത് 1856 ആ ഒരു കാലഘട്ടത്ത് നമ്മുടെ ലാഹോർ വഴി ഒരു റെയിൽവേ ലൈൻ നിർമ്മിക്കാനായിട്ട് ബ്രിട്ടീഷ് സർക്കാർ തീരുമാനിക്കുകയാണ്. ലാഹോർ വഴി ഒരു ട്രെയിൻ ലൈൻ കൊണ്ടുവരാൻ, ചരക്ക് നീക്കത്തിനൊക്കെ ആയിട്ട് ട്രെയിൻ ലൈൻ അതായത് റെയിൽവേ പാത നിർമ്മിക്കുകയാണ്. അങ്ങനെ ഈ റെയിൽവേ പാത നിർമ്മാണ സമയങ്ങളിൽ, അപ്പൊ ഈ റെയിൽവേ പാത പ്രധാനമായും കടന്നുപോയിക്കൊണ്ടിരിക്കുന്നത് സിന്ധു നദിയുടെ തീരത്തുകൂടിയാണ്. അപ്പൊ എത്ര ശ്രമിച്ചിട്ടും ഈ ഒരു ഭാഗത്തെത്തുമ്പോ റെയിൽവേ പാത ശക്തമായി, അതായത് ഈ ട്രെയിൻ പാളം, നമ്മൾ പറയുന്ന ട്രെയിൻ പാളം എന്താണ്, അങ്ങോട്ട് ഉറയ്ക്കുന്നില്ല, അങ്ങ് താന്നു പോവുക, വളഞ്ഞു പോവുക, അങ്ങനെ ഒരു പ്രശ്നം സംഭവിക്കുകയാണ്. എന്താണ് അതിന്റെ കാരണം എന്നൊക്കെ നോക്കിയപ്പോൾ ഇങ്ങനെ കുറച്ച് എക്സ്കവേറ്റ് ഒക്കെ കുറേയധികം ചുടുകട്ടകൾ ഇവിടെ നിന്നും അവർക്ക് ലഭിക്കുകയാണ്. കുറേയധികം ചുടുകട്ടകൾ ഇവിടെ നിന്നും അവർക്ക് ലഭിക്കുകയാണ്. നോക്കിയപ്പോൾ നല്ല കട്ടിയുള്ള നല്ല അടിപൊളി സ്ട്രോങ് കട്ട, ചുടുകട്ട. ഓക്കെ, അങ്ങനെ ഇവർ ഈ കട്ടയൊക്കെ എടുത്ത് വെച്ച് നിരത്തി എന്തോലും പാളം അങ്ങ് ഫിറ്റ് ചെയ്തു, നന്നായിട്ട് ഉറച്ചങ്ങിരുന്നു. അങ്ങനെ അത് പണി തീർത്തു. അങ്ങനെ വർഷങ്ങൾക്കു ശേഷം ഏതാണ്ട് 1921 കാലഘട്ടമൊക്കെ ആയപ്പോ സർ ജോൺ മാർഷൽ ആർക്കിയോളജിക്കൽ സർവേ ഓഫ് ഇന്ത്യയുടെ ഡയറക്ടർ ആയിരുന്ന കാലഘട്ടത്തിൽ നിന്നാണെന്ത് ഈ ഒരു സംസ്കാരം കണ്ടെത്തപ്പെട്ടത്. അതായത് സിന്ധു നദീതട സംസ്കാരം എന്ന് പറയുന്ന ഒരു സംസ്കാരം ഉണ്ട് എന്നുള്ള ഒരു കാര്യം കണ്ടെത്തപ്പെട്ടത് അങ്ങനെയാണ്. അതാണ് ഇവിടെ പറഞ്ഞിരിക്കുന്നത്. ഇന്ത്യൻ പുരാവസ്തു വകുപ്പ് നടത്തിയ ഉത്ഖനനത്തെ തുടർന്നാണ് ഈ സംസ്കാരത്തെ കുറിച്ച് ലോകം തിരിച്ചറിയാനായി തുടങ്ങുന്നത്. ലോകത്തിൽ ഉണ്ടായിട്ടുള്ള മറ്റു പ്രാചീന സംസ്കാരങ്ങളെ പോലെ ഇതും എന്താണ്, നദീതടങ്ങളിലാണ് വികാസം പ്രാപിച്ചത്. ഞാൻ ഓൾറെഡി പറഞ്ഞു അല്ലെ, നമ്മൾ ഈ പറയുന്ന പോലെ മഞ്ഞ നദി, ഹുയാൻഷാങ് പോലെയുള്ള ചൈനയിലെ മഞ്ഞ നദി ആയിക്കോട്ടെ, മെസ്സപ്പൊട്ടോമിയ എടുത്തു കഴിഞ്ഞാൽ നമ്മുടെ ടൈഗ്രിസ് നദികളുടെ തീരത്തായിക്കോട്ടെ, ഈജിപ്തിലേക്ക് വന്ന നൈലിന്റെ തീരത്തായിക്കോട്ടെ, എല്ലാം നദീതടം. അപ്പം മറ്റു പ്രാചീന സംസ്കാരങ്ങളെ പോലെ ഇതും എന്താണ്, നദീതടങ്ങളിലാണ് വികസനം പ്രാപിച്ചത്. അങ്ങനെ 1921 സർ ജോൺ മാർഷൽ ആർക്കിയോളജിക്കൽ സർവേ ഓഫ് ഇന്ത്യയുടെ ഡയറക്ടർ ആയിരുന്ന കാലത്ത് നടന്ന ഉത്ഖനനത്തിൽ നിന്നാണ്, എക്സ്കവേഷനിൽ നിന്നാണ് എന്ത് ഈ ഒരു സംസ്കാരം കണ്ടെത്തപ്പെടുന്നത്. അപ്പൊ ഒരാളുടെ പേര് നമ്മൾ പഠിച്ചു, ആരാണ്? സർ ജോൺ മാർഷൽ, 1921. അങ്ങനെ ഇന്നത്തെ പാകിസ്ഥാനിലെ ഹാരപ്പ, ഇവിടെ ഞാൻ ഹാരപ്പയാട്ടോ, ഹാരപ്പ. ഓക്കെ, അങ്ങനെ ഇന്നത്തെ പാകിസ്ഥാനിലെ ഹാരപ്പ എന്ന നഗരത്തിൽ നിന്നാണ് ഇതിന്റെ ആദ്യത്തെ തെളിവുകൾ നമുക്ക് ഈ പറയുന്ന നരവംശ പുരാവസ്തു ശാസ്ത്രജ്ഞന്മാർക്ക് ലഭിക്കുന്നത്. നരവംശ പുരാവസ്തു ശാസ്ത്രജ്ഞന്മാർക്ക് എവിടുന്നാണ്? ഈ പറയുന്ന പാകിസ്ഥാനിലെ ഹാരപ്പ എന്ന നഗരത്തിൽ നിന്നാണ് ഇതിന്റെ ആദ്യത്തെ ഈ പറയുന്ന അവശേഷിപ്പുകൾ നമുക്ക് കിട്ടുന്നത്. അതുകൊണ്ട് തന്നെ ഇതിനെ നമ്മൾ എന്തു പേരിട്ട് കൂടി വിളിച്ചു? ഹാരപ്പൻ സംസ്കാരം എന്ന് പേരിട്ട് കൂടി ഇതിനെ നമ്മൾ വിളിച്ചു. അപ്പോ ഇതിന് നേതൃത്വം നൽകിയത് ഈ പറയുന്ന ഹാരപ്പയിൽ, സിന്ധു നദീതട സംസ്കാരത്തെ കുറിച്ചിട്ടുള്ള കാര്യങ്ങളെ കുറിച്ചല്ല, ഈ ഹാരപ്പയിൽ ഉള്ള ഇതിന്റെ നേതൃത്വവും കാര്യങ്ങളും ഒക്കെ കൊടുത്തിരുന്ന ഒരാളാണ് ആര്? ദയാറാം സാഹിനി എന്ന് പറയുന്നത്. ഓക്കെ, ഈ ഹാരപ്പയിലുള്ള നദീതട സംസ്കാരത്തിന് വേണ്ടിയുള്ള കാര്യങ്ങളും അതിന്റെ പഠനത്തിന് ആവശ്യമായുള്ള എക്സ്കവേഷനും കാര്യങ്ങളും ഒക്കെ നടത്തിയിരുന്ന ആളുടെ പേരെന്താണ്? ദയാറാം സാഹിനി എന്നതായിരുന്നു. ഓക്കെ, അങ്ങനെ ഇതേ സമയം തന്നെ മോഹൻജദാരോവിലും എന്ത് നടക്കുന്നുണ്ട്? പഠനം നടക്കുന്നുണ്ട്. അങ്ങനെ ഈ മോഹൻജദാരോവിലെ ഉത്ഖനനത്തിന് നേതൃത്വം നൽകിയ ആളുടെ പേരാണെന്ത്? RD ബാനർജി എന്ന് പറയുന്നത്. അപ്പോ ഇങ്ങ് മോഹൻജദാരോയിൽ RD ബാനർജി നേതൃത്വം കൊടുക്കുമ്പോൾ അങ്ങ് ഹാരപ്പയിൽ ആര് കൊടുക്കുന്നു? ദയാറാം സാഹിനി കൊടുക്കുന്നു. ഇതിന്റെ മുഴുവൻ എല്ലാ കാര്യങ്ങളും 1921 ജോൺ മാർഷലിന്റെ നേതൃത്വത്തിൽ ആർക്കിയോളജിക്കൽ സർവേ ഓഫ് ഇന്ത്യയുടെ ഡയറക്ടർ ആയിരുന്ന സമയത്താണ് ഇതിന്റെ എല്ലാമായുള്ള കാര്യങ്ങൾ പുറം ലോകത്തേക്ക് എത്തിച്ച ആർക്കിയോളജിക്കൽ സർവേ ഓഫ് ഇന്ത്യയുടെ ഡയറക്ടർ കൂടിയായിരുന്ന ആളാണ് ആര്? സർ ജോൺ മാർഷൽ എന്ന് പറയുന്നത്. അപ്പൊ 3 ആൾക്കാരുടെ പേര് നമ്മൾ ഇതുമായി ബന്ധപ്പെട്ട് പഠിച്ചു കഴിഞ്ഞു. മനസ്സിലായെന്ന് വിശ്വസിക്കുന്നു. ഓക്കെ, വളരെ സിംപിളി പഠിക്കുക, വളരെ വളരെ കോംപ്ലിക്കേറ്റഡ് ആയിട്ടൊന്നും ഈ സാധനങ്ങൾ പഠിക്കരുത്. കണ്ടും മനസ്സിലാക്കിയും പഠിക്കുക, അതാണ് ഏറ്റവും എളുപ്പം.
ഓക്കെ, ശരി. അങ്ങനെ അവരിതിന്റെ കാര്യങ്ങൾ കണ്ടുപിടിക്കണം. അപ്പൊ ഇവിടുന്ന് കുറെ സാധനങ്ങൾ കിട്ടുകയാണ്. കുടങ്ങൾ കിട്ടും, വിഗ്രഹങ്ങൾ കിട്ടും, പിന്നെ ആഹാരങ്ങൾ, അവരുടെ അതുപോലെ തന്നെ അവര് താമസിച്ചിരുന്ന ഒരു നഗരത്തിന്റെ അവശേഷിപ്പ്, വീടുകൾ, അങ്ങനെ കുറെ കാര്യങ്ങൾ അവരിവിടെ നിന്ന് കണ്ടെത്തുകയാണ്. അങ്ങനെ പാകിസ്ഥാന്റെ പടിഞ്ഞാറൻ തീരം മുതൽ ഉത്തർപ്രദേശിലെ ആലംഗീർപൂർ വരെയും, അതുപോലെ തന്നെ വടക്ക് ജമ്മു കാശ്മീർ മുതൽ തെക്ക് നർമ്മദാ തീരം വരെയും ഹാരപ്പൻ സംസ്കാരം വ്യാപിച്ചു കിടക്കുന്നു. അപ്പൊ പാകിസ്ഥാന്റെ പടിഞ്ഞാറൻ തീരം മുതൽ ഉത്തർപ്രദേശിലെ ആലംഗീർപൂർ വരെയും, അതുപോലെ വടക്ക് ജമ്മു കാശ്മീർ മുതൽ തെക്ക് നർമ്മദ വരെയും എന്താണ് ഹാരപ്പൻ സംസ്കാരം കിടക്കുന്നു. നോക്കിക്കേ, ഇവിടെ നോക്കിക്കേ, ഇങ്ങ് പടിഞ്ഞാറ്, പാകിസ്ഥാന്റെ പടിഞ്ഞാറ് മുതൽ, അല്ലെ, ഇതാണ് പാകിസ്ഥാൻ. ഓക്കെ, ഇതാണ് നിങ്ങൾ കാണുന്ന പാകിസ്ഥാൻ എന്ന് പറയുന്ന രാജ്യം, ഇപ്പോഴത്തെ പാകിസ്ഥാൻ. ഇത് പണ്ടത്തെ ഒരു മാപ്പ് പോലെയാണ് ഞാൻ വരച്ചിരിക്കുന്നത്. ഓക്കെ, ഇതാണ് പാകിസ്ഥാൻ. ഈ പാകിസ്ഥാന്റെ ഏതാണ്ട് പടിഞ്ഞാറ്, കണ്ടോ, പടിഞ്ഞാറൻ അതിർത്തി അല്ലേ, ഇതാണ് ഇതിന്റെ ബൗണ്ടറി എങ്കിലും അന്നത്തെ പാകിസ്ഥാന്റെ പടിഞ്ഞാറൻ അതിർത്തി മുതൽ ഇങ്ങ് ഇന്ത്യയിലെ ഉത്തർപ്രദേശിലെ ആലംഗീർ വരെയും, ആലംഗീർ ഓക്കെ, എവിടെയാണത്? UP, ഉത്തർപ്രദേശ് വരെയും. അതുപോലെ നോക്കിക്കേ, ഇന്ത്യയുടെ ഇവിടെ എന്താണ്? ജമ്മു ആൻഡ് കാശ്മീർ ആണല്ലേ. ജമ്മു കാശ്മീർ മുതൽ നിങ്ങൾ നോക്കിക്കേ, നർമ്മദാ നദി, തെക്കു ഭാഗത്ത് നർമ്മദാ നദി വരെയും, നർമ്മദാ നദിയാണ് നിങ്ങൾ ഈ കാണുന്നത്, നർമ്മദാ നദി വരെയും വ്യാപിച്ചു കിടന്ന ഒരു സംസ്കാരമാണെന്ത്? ഹാരപ്പ മൊഹൻജദാർ അല്ലെങ്കിൽ ഇൻഡസ് വാലി സിവിലൈസേഷൻ, സിന്ധു നദീതട സംസ്കാരം എന്ന് പറയുന്നത്. പടിഞ്ഞാറ്, പാകിസ്ഥാന്റെ പടിഞ്ഞാറ് മുതൽ ഇങ്ങ് ഉത്തർപ്രദേശിലെ കിഴക്ക് ഉത്തർപ്രദേശിലെ ആലംഗീർപൂർ വരെയും, അതുപോലെ വടക്ക് എവിടെയാണ്? ജമ്മു കാശ്മീർ മുതൽ ഇങ്ങ് തെക്കു ഭാഗത്ത് നർമ്മദാ നദിയുടെ പ്രദേശം വരെയും വ്യാപിച്ചു കിടന്ന ഒരു സംസ്കാരമായിരുന്നു എന്ത്? ഇൻഡസ് വാലി സിവിലൈസേഷൻ അഥവാ സിന്ധു നദീതട സംസ്കാരം. മനസ്സിലായോ? ഈ മാപ്പിലോട്ട് നോക്കുമ്പോൾ തന്നെ മനസ്സിലാകുന്നുണ്ടല്ലോ. ഓക്കെ, അപ്പൊ നോക്കിക്കേ, ഇതാണ് നമ്മുടെ സിന്ധു നദി. നിങ്ങൾ ഈ കാണുന്നതാണ് എന്ത്? ഈ ഒഴുകി പോകുന്നതാണ് സിന്ധു നദി. അതിന്റെ പോഷക നദികളും കാര്യങ്ങളും ഒക്കെ ഉണ്ട്. ഓക്കെ, അതവിടെ നിന്നോട്ടെ. ഓക്കെ, അപ്പൊ ഇതാണെന്ത്? സിന്ധു നദി. ആ സിന്ധു നദിയെ ആശ്രയിച്ചുകൊണ്ട് ഡെവലപ്പ് ചെയ്തൊരു വലിയ നാഗരിക സംസ്കാരമാണ് എന്ത്? ഇൻഡസ് വാലി സിവിലൈസേഷൻ എന്ന് പറയുന്നത്. മനസ്സിലായെന്ന് വിശ്വസിക്കുന്നു. ഓക്കെ, ഇതാണ് ഇൻഡസ് വാലി സിവിലൈസേഷൻ. അതിന്റെ പൊസിഷൻ മനസ്സിലായോ? പടിഞ്ഞാറ്, പാകിസ്ഥാന്റെ പടിഞ്ഞാറ് മുതൽ ഇങ്ങ് ഇന്ത്യയിലെ ഉത്തർപ്രദേശിന്റെ അവിടെ വരെ, അതുപോലെ ഇങ്ങ് ജമ്മു കാശ്മീർ മുതൽ നർമ്മദ വരെ, തെക്ക് ഭാഗത്ത് നർമ്മദ വരെ, ഇങ്ങനെ വ്യാപിച്ചു കിടന്ന ഒരു സംസ്കാരമാണ് എന്ത്? ഈ പറയുന്ന സിന്ധു നദീതട സംസ്കാരം എന്ന് പറയുന്നത്. മനസ്സിലായോ? അപ്പൊ പാകിസ്ഥാന്റെ പടിഞ്ഞാറൻ തീരം മുതൽ ഉത്തർപ്രദേശിലെ ആലംഗീർപൂർ വരെയും, അതുപോലെ വടക്കു വശം നോക്കിക്കഴിഞ്ഞാൽ ജമ്മു കാശ്മീർ മുതൽ തെക്കന്തുണ്ട് നർമ്മദ വരെയും ഹാരപ്പൻ സംസ്കാരം ചെയ്യുന്നു. അപ്പോ ഹാരപ്പൻ സംസ്കാരം എടുത്തു കഴിഞ്ഞാൽ, നിങ്ങൾ ഇതിപ്പോ ഒരു ഹാരപ്പൻ സംസ്കാരം എടുത്തു കഴിഞ്ഞാൽ, ഹാരപ്പൻ സംസ്കാരത്തെ നിങ്ങൾ ഇങ്ങനെ മുറിച്ചാൽ പടിഞ്ഞാറ് ഭാഗത്താരുണ്ട്? പാകിസ്ഥാനുണ്ട്. ദിശ പറഞ്ഞാൽ പാകിസ്ഥാനുണ്ട്. തെക്കു ഭാഗത്ത് ഉത്തർപ്രദേശ് ഉണ്ട്, അല്ലെ? വടക്കു ഭാഗത്ത് ജമ്മു കാശ്മീർ ഉണ്ട്, തെക്കു ഭാഗത്ത് നർമ്മദയുണ്ട്. ഓക്കെ, ഇങ്ങനെയായിരുന്നു ഹാരപ്പൻ സംസ്കാരം നിന്നതെന്നാണ് ഞാനിപ്പോ പറഞ്ഞത്. ഓക്കെ, ഇനി നോക്കിക്കേ, BC 2700 മുതൽ BC 1700 വരെയാണ് ഈ ഒരു സംസ്കാരത്തിന്റെ കാലഘട്ടമായി നമ്മൾ കണക്കാക്കുന്നത്. ഈ സംസ്കാരത്തിന്റെ കാലഘട്ടം എന്ന് പറഞ്ഞാൽ BC 2700 മുതൽ BC 1700 വരെയുള്ള കാലഘട്ടത്തെയാണ് നമ്മൾ ഇതിന്റെ ഒരു ജനറലൈസ് ചെയ്തതിന്റെ ഈ ഒരു സംസ്കാരത്തിന്റെ കാലഘട്ടം എന്ന പേരിട്ട് നമുക്ക് പറയാനായി സാധിക്കുന്നത്.